വെൽക്കം ടു CC റോബോട്ടിക്സ്. കടൽ, സമുദ്രം, തടാകങ്ങൾ പോലെയുള്ള ജലാശയങ്ങളിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള റോബോട്ടുകളാണ് അണ്ടർ വാട്ടർ റോബോട്ട്സ് അല്ലെങ്കിൽ മറൈൻ റോബോട്ട്സ്. ഇത് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള അപകടകരമായ ഡീപ് സീ എൻവയോൺമെന്റിൽ പ്രവർത്തിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അണ്ടർ വാട്ടർ റോബോട്ടുകളാണ്. ഒന്നാമത്തത് ROV റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്, രണ്ടാമത്തത് AUV ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ്, മൂന്നാമത്തത് അണ്ടർ വാട്ടർ ഡ്രോൺസ്. ഒന്നാമത്തത് റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ROV. കടലിനടിയിൽ പോയി പണിയെടുക്കാൻ കഴിവുള്ള റോബോട്ടുകളാണ് ROV എന്ന് പറയുന്നത്. കടലിനടിയിൽ അപകടകരമായ സ്ഥലത്ത്, മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഈ റോബോട്ടുകൾക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ കപ്പലിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ റോബോട്ടുകളെ നിയന്ത്രിക്കാനും സാധിക്കും. ആൻഡ് ഈ റോബോട്ടുകളെ നമുക്ക് റിയൽ ടൈം കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ ക്യാമറയും ലൈറ്റുകളും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് റിയൽ ടൈം ആയിട്ട് കപ്പലിൽ ഇരുന്നു കൊണ്ട് വിഷ്വൽസ് കാണാൻ സാധിക്കുന്നത്. കടലിനടിയിലെ അത്ഭുതങ്ങൾ അറിയാനുള്ളൊരു പോരാളിയാണ് ഈ ഒരു ROV എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ROVയുടെ കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ജെയ്സൺ ROV. 1980 വുഡ്സ് ഹോൾ ഓഷ്യനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഡീപ് സീ റിസർച്ചിനും അതുപോലെ തന്നെ ഹൈഡ്രോതെർമൽ വെൻസിലുമാണ് ഈ ഒരു ROV ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് സാപ്സി ഐ ഫാൽക്കൺ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1990 സാപ്സി ഐ ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്പെക്ഷനും ഓഫ്ഷോർ മെയിൻ്റനൻസിനുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് വീഡിയോ റേ പ്രോ 4. 2010 വീഡിയോ റേ ആണ് ഈ ഒരു ROV ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇൻസ്പെക്ഷൻ, സെർച്ച് ഓപ്പറേഷൻസിനെല്ലാം ഇത് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് ROV അല്ലെങ്കിൽ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസിനെ പറ്റിയിട്ടാണ്. ഇനി എന്താണ് AUV ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ? ഇതിനെ പറ്റിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക്